ചുമരുമയും കാര്യങ്ങളൊക്കെ ഓടും വണ്ടി. സെറ്റാണ് വണ്ടി. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്യാം, ബാക്കിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്യാം. വാൾ ക്ലൈമ്പിംഗ് എന്നാണ് ഈ വണ്ടിയുടെ പേര്. അപ്പോൾ നമ്മൾ ചുമരുമ സെറ്റ് ചെയ്യണേട്ടാ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാറ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, RC കാറ്. അപ്പോൾ ഈ ഒരു കാറിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറ് ചുമരുമകളോടും. അതാണ് ഈ ഒരു കാറിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതേ ബാക്കിൽ വന്നിട്ടുണ്ട്, നമ്മൾ മരുത്തും ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇതേ പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നേരെ പോയിട്ട് അൺബോക്സ് ചെയ്യട്ടാ. അപ്പോൾ ഈ ഒരു അൺബോക്സിങ്ങിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിങ്ങും പിന്നെ അതിൻ്റെ എന്തൊക്കെ എല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളിൽ നിന്ന് കാണാൻ ശ്രമിക്കാം. പിന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യട്ടാ. പിന്നെ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ല, ലൈക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യാനായിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്നൊരു കത്തിയായിട്ടാണ് നമ്മളിതിപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. വരഞ്ഞളയാം നമുക്ക്. നമ്മൾ സെറ്റായിട്ട് ഇത് വരഞ്ഞെടുത്തിട്ടുണ്ട്. മീനൊക്കെ അറിയാൻ പോലെ ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോക്സ്. ആയിവാ ഏടം മോനെ, ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് എടുക്കാം. ഇതുപോലത്തത് നമുക്കിങ്ങനെ പൊട്ടിച്ചളിക്കണത് ആ ഒരു ഇതിലാണ് ഈ ഒരു ബോക്സ് ഫുള്ള് കവർ ചെയ്തേക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് തന്നെ കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ലിസാർഡ് RC ഫ്ലൈ ഓവർ ദ എവ്സ് ആൻഡ് റൺ ഓൺ ദ വാൾസ്. അതായത് നമ്മുടെ വാളിൽ ഓടണം, അതായത് ചുമരുമ ഓടണ ഒരു കാറുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു കുഞ്ഞ് കാറ് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും കേട്ടോ. ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ്സിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ ഉള്ളൊരു അട്രാക്ഷനാണ് ഈ സാധനം കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഫ്ലോറിലോടും, സീലിംഗ്, വാള്, ഗ്ലാസ്. ഇത്രയും സ്ഥലത്താണ് ഈ ഒരു കാറ് ഓടുന്നത്. മൾട്ടി സർഫേസ് റൈസർ. പിന്നെ ടോയ് ബോയ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റിമോട്ട് കൺട്രോളറിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 360 റൊട്ടേഷൻ, 2.4 GHz. ഇവിടെ സെപ്പറേറ്റ് ഇങ്ങനെ പറയുന്നുണ്ട് 4+ ഏജസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കുഞ്ഞു പിള്ളേരൊന്നുമല്ല ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ യൂസ് ആക്കുന്നത്. വലിയ വലിയ പിള്ളേർ, ഒരു 25 വയസ്സുള്ള മുതുക്കന്മാരൊക്കെ ഉണ്ട് ഇപ്പോൾ യൂസ് ആക്കുന്നത്. ഉള്ള പറയാലോ, ഇപ്പോൾ ഹോട്ട് വീൽസിൻ്റെ ഒക്കെ കുറച്ച് തരംഗമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഹോട്ട് വീൽസൊക്കെ കളക്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് എന്തായാലും ഞാൻ പറയാം. ഈ ഒരു ബോക്സിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 കളറിലുള്ള കാറിൻ്റെ പടങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ 2 കളറുള്ളൂ. ഇപ്പോൾ ഇത് 4 വെറുതെ ജസ്റ്റ് ഒരു സെറ്റപ്പിൽ വെറുതെ കൊടുത്തേക്കുന്നത്. 2 കളറുള്ളൂ, ശരി 2 കളറേ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പോൾ ഒരു പിങ്കും ഉണ്ട് ഇതിനകത്ത്, അതുപോലെ തന്നെ നീലയുണ്ട്. പിന്നെ ഇത് റിമോട്ട് കൺട്രോളറിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ്. അപ്പോൾ ഇതിനകത്തൊരു റിമോട്ട് കൺട്രോളറിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഫോർവേഡ് ചെയ്യാനും റിവേഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഫുള്ള് നമ്മൾ പറഞ്ഞൊന്നും തീർക്കാനുള്ള, ഫുള്ളൊന്നും പറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ വീഡിയോ ലെങ്ത്ത് കൂടും. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ബോക്സ് അങ്ങോട്ട് തുറക്കാം. ഇതിൻ്റെ ഈ ഒരു വശത്താണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. ഈ ഒരു സംഭവം ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കാം. എന്നിട്ടിത് ഇതിങ്ങനെ അങ്ങോട്ട് വലിച്ചതിനാ ഇതുപോലെ കൊണ്ട് വലിച്ചതിനാ ഇത് കൊണ്ട് പോകുന്നത് കിട്ടും. ആയാ ഇതിങ്ങനെ എടുക്കാം. മോനെ, അപ്പോൾ നമുക്കിത് ഈ ഒരു ബോക്സ് കൊണ്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതിങ്ങനെയാണ് നമ്മുടെ ബോക്സ് തന്നെ കേട്ടോ. ഈ ഒരു പ്ലാസ്റ്റിക് ബോക്സിലാണ് വന്നത്. അപ്പോൾ നമ്മുടെ കാർ നമുക്ക് എടുക്കാം കേട്ടോ. ക്യൂട്ട് കാറുണ്ടാ, ചെറിയ കാറാണ്. അയ്യവാ, എന്താ സീറ്റ് കാറ്, നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കാറ്. ഇതാണ് നമ്മുടെ കാറ് വന്നത്. അപ്പോൾ നിങ്ങളത് അടിയിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതെന്താ പേപ്പറാണ്. ഈ പേപ്പർ നമുക്ക് കളയാവുള്ളതല്ല കേട്ടോ. ഈ ഒരു പേപ്പറിൻ്റെ ഒക്കെ സഹായത്തോടെയാണ് ഈ സാധനം ചുമരുമൊക്കെ കയറുന്നത്. അപ്പോൾ ഇതിങ്ങനെ 4 വശത്ത് ഇങ്ങനെ അടച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു എയർ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് ഈ ഒരു സെറ്റപ്പ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ തന്നെ ഇത് വലിച്ച് കീറി കളയരുത്. അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ ഓഫായി കിടക്കുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് തട്ടിയിട്ട് കഴിഞ്ഞാൽ ഓണായി. അപ്പോൾ ഇതെല്ലാം ലൈറ്റ് എത്തും. ഫ്രണ്ടിലും ബാക്കിൽ ലൈറ്റ് എത്തും. ബാക്കിൽ റെഡ് ലൈറ്റാണ്, ഫ്രണ്ടിൽ ബ്ലൂ ലൈറ്റാണ്. ഇത് ഒന്നും കൂടി തട്ടി വരുമ്പോഴത്തേക്കും ഒരു ഒച്ചേട്ടാ ഇപ്പോൾ ഓണായി വണ്ടി. ഇപ്പോൾ ഇവിടുന്ന്
കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു കാറ്റൊക്കെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യണ വീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീലും ഈ ഒരു വീലാണ് വർക്ക് ചെയ്യണത്. ഈ 2 വീല് ജസ്റ്റ് ഡമ്മിയാണ് കേട്ടോ. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, കാരണം ഞാൻ ഈ ബോക്സ് നേരത്തെ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഈ ഒരു 2 വീലാണ് വർക്ക് ചെയ്യണത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് സൂപ്പർ റേസിംഗ് കാർ 7 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മേടിച്ചതിൻ്റെ കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡാണ് മേടിച്ചത്. റെഡും ഗ്രേയും കൂടിയ ഒരു കളറാണ് നമ്മൾ മേടിച്ചത്. പിന്നെ സെൻറ്ററിൽ ഒരു ബ്ലാക്ക് ഒരു ഫിനിഷിങ്ങിൽ ഒരു കളറും വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഒരു ഡ്രാഗൻ്റെ ഒരു ലോഗോ ഒന്നുണ്ട്. നല്ല രസമുണ്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ ഇത് ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു ഫെൻഡറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എടുത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഭംഗി കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു കാർ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ കാറ്. എന്നിട്ട് നമ്മുടെ റിമോട്ട് കൺട്രോളർ അങ്ങോട്ട് എടുക്കാം. ഇതാണ് നമ്മൾ റിമോട്ട് കൺട്രോളർ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ക്ലോക്കിലിടുന്ന ബാറ്ററി ഇല്ലേ, ക്ലോക്കിലിടുന്ന അതേ ബാറ്ററി തന്നെയാണ് ഇതിനകത്ത് വന്നത്. 2 ബാറ്ററിയാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ബാറ്ററി ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ബോക്സ് തുറന്നതാണ്. എന്നിട്ട് ഇത് ഈ ഒരു സ്ക്രൂ കാര്യങ്ങളൊക്കെ അയച്ച് 2 ബാറ്ററി അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ബാറ്ററി നിങ്ങൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. കേട്ടോ, ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ ഓഫാണ് എടുക്കുന്നത്. ഓണായി. അപ്പോൾ ഇത് ഫോർവേഡ്, ഇത് ബാക്ക്വേഡ്, ലെഫ്റ്റ് റൈറ്റ്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു സ്വിച്ച് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി, ഇതിൻ്റെ ചാർജിങ് കേബിൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ. ഇത് റീചാർജബിളാണ്. ഇതേണ്ട ടോർച്ചൊക്കെ ചാർജ് ചെയ്യുന്ന പോലത്തെ ഒരു സെറ്റപ്പാണിത്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഈ ഒരു സാധനം നമുക്ക് ലാപ്ടോപ്പിൽ, പവർ ബാങ്കിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ അഡാപ്റ്ററിൽ എവിടെ വേണമെങ്കിലും ഇത് സാധനം കുത്താൻ പറ്റില്ല ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊരു യൂസർ മാനുവൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂസർ മാനുവലിൽ ഇത്ര ഉള്ള കാര്യങ്ങളാണ് വന്നത്. റിമോട്ട് കൺട്രോളറിൻ്റെ ആ ഒരു ബാറ്ററിയുടെ എത്ര വോൾട്ട് നൽകുന്ന പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 1.5 വോൾട്ടാണ് വന്നത് ബാറ്ററിയിൽ. പിന്നെ റീചാർജ് ചെയ്യുന്നതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാം ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സംഭവം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വായിച്ച് നോക്കലില്ല. അപ്പോൾ ജസ്റ്റൊക്കെ വായിച്ചൊക്കെ നോക്കാം. എന്നിട്ട് ഇതങ്ങോട്ട് നൈസായിട്ടങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടി കേട്ടോ. നമ്മുടെ വണ്ടി അങ്ങോട്ട് ഓണാക്കുക. വണ്ടിയുടെ ബാക്കിൽ സ്വിച്ച് അങ്ങോട്ട് ഫസ്റ്റ് ഓണാക്കി, ഇപ്പോൾ ശരിക്കും ഓണായി. ഇതിൽ ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം. എടാ മോനെ, സീൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യാം. നമുക്ക് തട്ടിടാനുള്ള ശക്തിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പെട്ടിയൊക്കെ തട്ടിയിടാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വീലാണ് വർക്ക് ചെയ്യണത്. ഈ ഒരു വീലും ഈ ഒരു വീലാണ് വർക്ക് ചെയ്യണത്. ഞാൻ കാണിച്ചു തരട്ടെ. നിങ്ങൾ നോക്കിയോട്ടാ, കാണാൻ പറ്റണ്ടോ? മറ്റേ 2 വീല് ഓപ്പോസിറ്റ് അത് ഡമ്മായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇത് ടേബിളുമേയും ഓടും കേട്ടോ. അതുപോലെ തന്നെ വാളുമേയും, അതായത് നമ്മുടെ ചുമരുമേയും കാര്യങ്ങളൊക്കെ ഓടും വണ്ടി. സെറ്റാണ് വണ്ടി. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്യാം, ബാക്കിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്യാം, ഫ്രണ്ട് എടുക്കാം, ബാക്ക് എടുക്കാം, തിരിക്കാം, കറക്കാം, എല്ലാം ചെയ്യാം കേട്ടോ. നമുക്ക് സെറ്റാണ് വണ്ടി. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചുമരുമ ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ചുമര്. ട്യൂബ് ലൈറ്റ് ഉണ്ടോ? ഈ ട്യൂബ് ലൈറ്റിൻ്റെ അവിടെ നമ്മുടെ കാറൊന്ന് വെച്ച് നോക്കാം. അത് ഒട്ടോ ഇല്ലേ നമുക്ക് നോക്കാം. വാൾ ക്ലൈമ്പിംഗ് എന്നാണ് ഈ വണ്ടിയുടെ പേര്. അത് ചെയ്യോ ഇല്ലേ നമുക്ക് നോക്കാം ഈ ഒരു പരിപാടി. വാ, അപ്പോൾ നമ്മളിത് ചുമരുമ സെറ്റ് ചെയ്യണേ കേട്ടോ. കണ്ടാ നിൽക്കണണ്ടാ? എന്നിട്ട് ഞാൻ റിമോട്ട് കൺട്രോളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കിയോട്ടാ. ഇതുപോലെ ഇങ്ങനെ താഴത്തേക്കൊക്കെ ആക്കുകയാണെങ്കിൽ ചെയ്യണ്ട. ഉണ്ടോ? തിരിയണുണ്ടോ? ഞാൻ തിരിച്ചാൽ തരാട്ടാ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സോറി,
സബ്സ്ക്രൈബ് ചെയ്യണ്ട. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ആ ഒരു ബെല്ലേക്ക് കേട്ടാ. അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.